നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നെങ്കിൽ ചവറയിൽ തന്നെയാകുമെന്നാണ് RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ പറയുന്നത്. ചവറയുമായുള്ള വൈകാരിക ബന്ധം ഒന്നോ രണ്ടോ പരാജയം കൊണ്ട് വിച്ഛേദിക്കാൻ കഴിയുന്നതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. സ്ഥിരമായി പരാജയപ്പെടുന്ന സീറ്റുകൾ ഒഴിവാക്കാൻ UDF-നോട് ആവശ്യപ്പെടുമെന്നും ഷിബു ബേബി ജോൺ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയമാണ് കൊല്ലം ജില്ലയിൽ UDF-നുണ്ടായത്. അത് തുടരാൻ കഴിയും. ആ ഒരു റിതം കീപ്പ് ചെയ്തുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് UDF തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. കോൺഗ്രസിന് മുന്നേ തന്നെ RSP വലിയ തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു. വലിയ പ്രതീക്ഷയാണ്. ഒരു ജീവൻ മരണ പോരാട്ടമാണ് UDF-നെ, പ്രത്യേകിച്ച് RSPയെ സംബന്ധിച്ചും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. എല്ലാ അർത്ഥത്തിലും ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ആ ഗൗരവം ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. RSPയുടെ ശക്തിക്കനുസൃതമായിട്ടുള്ള വിജയം കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കിട്ടിയില്ല. അത് ഞങ്ങൾ വിശകലനം ചെയ്ത് എവിടൊക്കെയാണ് പാളിച്ചകൾ, സംഘടനാപരമായ ദൗർബല്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് കറക്റ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നിലവിലുള്ള ഈ 5 സീറ്റാണെങ്കിൽ കൂടി വിജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൊല്ലത്തിന് പുറത്ത്. അല്ല, കഴിഞ്ഞ 2 തവണയും കയ്പമംഗലവും അതിനുശേഷം മട്ടന്നൂരും അവസാന നിമിഷം വന്നപ്പോൾ ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ചതാണ്. പിന്നെ ആ ഘട്ടത്തിൽ മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഇത്തവണ വളരെ നേരത്തെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള സീറ്റുകളുടെ ആവശ്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഉള്ള ചർച്ചകൾ ആ വിഷയങ്ങൾ മുന്നോട്ട് വെച്ച് തന്നെയായിരിക്കും. ഞങ്ങൾക്ക് സംഘടനാപരമായി ഒരു സ്വാധീനവും ഇല്ലാത്ത മേഖലയിൽ മത്സരിക്കേണ്ടി വന്നാൽ ഉള്ള പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് RSPക്ക് പ്രത്യേകിച്ച് തിരുവിതാംകൂറിലാണ് ചരിത്രപരമായി എന്റെ സാന്നിധ്യമുള്ളത്. കൊല്ലത്തേക്ക് മാറുന്നു, ചവറ വിടുന്നു എന്നൊക്കെ രീതിയിലുള്ള വലിയ പ്രചരണങ്ങളൊക്കെ നടന്നു. അത് ആദ്യം മത്സരിക്കുന്നുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ ഒരു നിജസ്ഥിതി? ഒരു തെരഞ്ഞെടുപ്പിന്റെ പരാജയമോ 2 പരാജയം കൊണ്ടോ വിച്ഛേദിക്കാവുന്ന ഒരു ബന്ധമല്ല ചവറയും എന്റെ പിതാവുമായിട്ടുണ്ടായിരുന്നത്, അതുവഴി ഞാനുമായിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാർട്ടിയിൽ വ്യക്തമായി ധരിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ മത്സരിക്കാൻ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ എനിക്ക് ചവറയിൽ തന്നെ മത്സരിക്കാനുള്ള അനുവാദം കിട്ടണം എന്നുള്ളതാണ്. പാർട്ടി എന്റെ കാഴ്ചപ്പാടിനോട് യോജിച്ച് തന്നെ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരു വൈകാരിക അടുപ്പം കൂടെയാണ്. ആ വൈകാരികതയാണല്ലോ എന്റെ ഊർജം എന്ന് പറഞ്ഞാൽ. പൊതുപ്രവർത്തനത്തിലേക്ക്, പൊതുരംഗത്തേക്ക് കടന്നു വന്നത് ഈ നാട്ടിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹവും ആ ഒരു വാത്സല്യവും അതായിരുന്നു എന്നും എനിക്കൊരു ഊർജമായിട്ടുണ്ടായിരുന്നത്. RSPയെ സംബന്ധിച്ച് നോക്കിയാലും ഷിബു ബേബിയെ സംബന്ധിച്ച് നോക്കിയാലും ചവറ മുതൽ ചവറ വരെ എന്ന് RSP പറയുമ്പോൾ ചവറയിൽ നിന്ന് ഒരു മാറ്റം എന്തായാലുമില്ല. മത്സരിക്കുന്നെങ്കിൽ അത് ചവറ തന്നെയെന്ന് ഉറപ്പിച്ചും പറയുകയാണ് മീഡിയ വണ്ണിലൂടെ ഷിബു ബേബി ജോൺ. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ വൺ. വാർത്തയുടെ വിശദാംശങ്ങൾ ലിജോ റോളൻസ് നൽകും തത്സമയം. ലിജോ, അങ്ങനെ RSP അടക്കം സീറ്റ് ചർച്ചകൾ അത് സജീവമാക്കിക്കൊണ്ട് തന്നെ രംഗത്ത് വരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾക്ക് പകരം ഇക്കുറി അത് ആവശ്യപ്പെടും. ഒപ്പം തന്നെ മത്സര രംഗത്തും ഉണ്ടാകുമെന്ന സൂചന നൽകുകയാണോ ഷിബു ബേബി ജോൺ? ജിൽസി, ഷിബു ബേബി ജോൺ എവിടെ മത്സരിക്കും എന്നുള്ള ഒരു ചോദ്യം നേരത്തെ ഉയർന്നിട്ടുണ്ടായിരുന്നു. കൊല്ലത്തേക്ക് മാറുന്നു എന്നുള്ള വാർത്തകളെല്ലാം പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് താൻ മത്സര രംഗത്ത് ഉണ്ടാകുമെങ്കിൽ അത് ചവറ തന്നെ എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. തനിക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹം പാർട്ടി അറിയിച്ചിട്ടുണ്ട്. അതും ചവറ സീറ്റിൽ തന്നെ തനിക്ക് മത്സരിക്കണമെന്നുള്ള ആഗ്രഹം അറിയിച്ചിട്ടുണ്ട്. അതിന്റേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ബാക്ക് വർക്കുകളെല്ലാം ഇപ്പോൾ ഏകദേശം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിക്കുന്ന സമയത്ത് ഷിബു ബേബി ജോൺ ഉണ്ടായിരുന്നത് ചവറ മണ്ഡലം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഭാരവാഹികളുടെ ഒരു യോഗമാണ്. അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നായി നടക്കുന്ന യോഗമാണ്. പക്ഷേ ഇതിനൊക്കെ മുന്നേ തന്നെ ചവറയിൽ കൂടുതൽ സജീവമാവുകയും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. അതായത് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഷിബു ബേബി ജോൺ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തായാലും മത്സരിക്കുക ചവറയിൽ നിന്ന് തന്നെയാകും. ജില്ലയിൽ മറ്റ് ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ കുന്നത്തൂരിലും പ്രവർത്തനം RSP ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ ഇടത് തരംഗമുണ്ടായപ്പോൾ പോലും നിസാര വോട്ടുകൾക്ക് മാത്രമായിരുന്നു പരാജയപ്പെട്ടത്. ഇത്തവണ അത് തിരിച്ചു പിടിക്കാൻ കഴിയും. ആ വൈകാരിക ബന്ധം, അതായത് അങ്ങനെ 1, 2, 3 തോൽവികളിലൂടെ അത് ഉപേക്ഷിച്ച് കളയാൻ പോകുന്നതല്ല. താൻ മത്സരിക്കുന്നെങ്കിൽ അവിടെ തന്നെ എന്നുള്ള ഒരു കാര്യം ഉറപ്പിച്ച് പറയുകയാണ്. കാര്യം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. UDF-നെയും RSPയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. കാരണം ഇത്തവണ കൂടെ 2 തവണ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. മാത്രമല്ല ഒരു MP സ്ഥാനം മാത്രമാണ് RSPക്ക് നിലവിലുള്ളത്. UDF-ലേക്ക് വന്ന സമയത്ത് ഒരു നേട്ടമായി എടുത്ത് പറയാൻ കഴിയുന്നത് MP സ്ഥാനവും കോട്ടമെന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്ന MLA സ്ഥാനങ്ങൾ 2 MLA-മാർ വരെ ഉണ്ടായിരുന്നു. അത് നഷ്ടപ്പെടുകയും ചെയ്തു. അതിൽ തിരിച്ചു പിടിച്ച് പഴയ ഒരു പ്രതാപം വീണ്ടെടുക്കാൻ
നേടാനുള്ള ഒരു തീവ്ര ശ്രമം തന്നെയാണ് എന്തായാലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജില്ലയിൽ മൊത്തം ഏറ്റവും ആദ്യം ഒരുക്കങ്ങൾ ഒരുപക്ഷെ നടത്തുന്നത് RSP തന്നെ വളരെ നേരത്തിൽ തന്നെ മണ്ഡലം ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർക്കുന്നു. അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. ഇനി അങ്ങോട്ടേക്ക് അതായത് 15-ാം തീയതിയോടുകൂടെ തന്നെ ഒരുപക്ഷെ ആരൊക്കെ ആകും എന്നുള്ളൊരു അന്തിമ ധാരണ എത്തുകയും UDF നേരത്തെ പറഞ്ഞതുപോലെ VD സതീശനൊക്കെ പറഞ്ഞിരുന്നത് അടുത്ത മാസം ആദ്യം ഒരു യാത്രയുണ്ട്. അതിനു മുന്നോടിയായി തന്നെ ഒരു 50 സ്ഥാനാർത്ഥികളെയെങ്കിലും UDF പ്രഖ്യാപിക്കും. അതിൽ കൊല്ലത്ത് നിന്നുള്ള RSP സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 5 സീറ്റുകളായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത് 2021. അതിൽ ഒന്ന് കൊല്ലം ജില്ലയിൽ 3 സീറ്റുകൾ, ഇരവിപുരം, കുന്നത്തൂർ, ചവറ, അതിനു പുറമെ ആറ്റിങ്ങൽ സീറ്റും മട്ടന്നൂർ സീറ്റുമായിരുന്നു. ഒരു കാലത്തും UDFന് ജയിക്കാൻ കഴിയാത്ത ഈ മട്ടന്നൂർ പോലെയുള്ള സീറ്റുകൾ ഇനി ഏറ്റെടുക്കില്ല. വിജയസാധ്യതയുള്ള സീറ്റുകൾ നൽകണം ഒരാവശ്യം UDF-ൽ ഉന്നയിച്ചിട്ടുണ്ട്. അത് പരാതിയായിട്ട് പുറത്തു പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ച ചെയ്ത് ഉചിതമായ ഒരു തീരുമാനമെടുക്കും. കൊല്ലത്ത് തന്നെ 4ാമത്തെ ഒരു സീറ്റ് കിട്ടിയാൽ അത് ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കും. അതായത് തിരഞ്ഞെടുപ്പ് എത്രത്തോളം പ്രാധാന്യം എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതാണ് അവരുടെ ഒരുക്കങ്ങളും. അത്തരത്തിലുള്ള ഒരുക്കങ്ങളുമായി ഏറ്റവും വേഗത്തിൽ തന്നെ RSP മുന്നോട്ട് പോകുന്നുണ്ട്.